1979 സ്ഥാപിതമായ ഒരു പള്ളിയാണ്. ഇവിടെ മിഷണറിമാരാൽ വന്ന് ഒഡീസ ഫാസിമാളിലുള്ള ഒരു ആലയമാണ്. അതിൻ്റെ കൂടെ ഒരു സ്കൂളുണ്ട്, ഗുഡ് സമരീറ്റൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. അപ്പം സ്കൂളിൻ്റെ ഒരു മാവിൻ്റെ ഇടയിൽ കൂടെ കാണുന്നതാണ് സ്കൂള്. അപ്പോൾ സ്കൂളിൽ ഏകദേശം 300 കുഞ്ഞുങ്ങളുണ്ടായിരുന്നതാണ്. സ്കൂൾ കെട്ടിടം വർഷങ്ങളായിട്ടുള്ള ഏതാണ്ടാണ്. കുറച്ച് കുഞ്ഞുങ്ങളിപ്പം കുറവാണ്. ദൈവത്താൽ സ്ഥാപിതമായ ഒരു സ്കൂളാണ്. കാണാതിരിക്കും, ബോർഡ് കാണും, ഉണ്ടോ, ഗുഡ് സമരീറ്റൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. സ്കൂളിൻ്റെ ആ ഒരു സൈഡാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പം വർഷങ്ങളായിട്ട് ഉള്ള ഒരു സ്കൂളാണ്. ഈ പള്ളിയുടെ കൂടെ ചേർന്ന് തന്നെ ഇത് ഒരു ലേഡീസ് ഹോസ്റ്റൽ. ഇവിടൻ്റെ അകത്താണ് കുഞ്ഞുങ്ങൾ താമസിക്കുന്നത്. പഴകിയ 40 വർഷമായിട്ട് എൻ്റെ കെട്ടിടം അറിയാം, അങ്ങനെയൊക്കെയാണെന്നല്ല വിചാരിക്കാവുന്നേ ഉള്ളൂ. സ്കൂള് ഇതിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങൾ താമസിക്കുന്നത്. എല്ലാം പൊളിഞ്ഞതാണ്. കാറ് ഇത് നന്നാക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അതങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ അച്ഛനും കൊച്ചമ്മയും ഒക്കെ വർഷങ്ങളായി താമസിക്കുന്ന ഒരു കെട്ടിടമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പുറത്തൊരു കിച്ചൺ പോലെയുള്ളത്. എല്ലാം പൊളിഞ്ഞും ഒക്കെ ഇരിക്കുകയാണ്. ഈ മാവിൻ്റെ അപ്പുറത്തുള്ളതാണ് ആണുങ്ങളുടെ ഹോസ്റ്റല്. ഇതും പഴകിയതാണ്, എല്ലാം പഴകിയത് തന്നെയാണ്. ഏകദേശം 8-10 ലക്ഷം രൂപ പുതിയൊരു കെട്ടിടം വയ്ക്കാൻ നോക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ആവാൻ പറ്റുന്നില്ല. അതും ഏകദേശം ഒരു 50 ലക്ഷം രൂപയെങ്കിലും വേണം ഇനിയും അത് തീർക്കണമെങ്കിൽ. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന അതാണ്. പ്രാർത്ഥിക്കുക. ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. ഇതാണ് പുതുതായിട്ട് ഇത് വച്ചിരിക്കുന്നത്. പലരും ഇത് കെട്ടിടം ഇനി ഒരു 50 ലക്ഷം രൂപയെങ്കിലും വേണം. 2 നില 3 നില കെട്ടിടമാണ്. 10-20 ലക്ഷം രൂപ മുടക്കി, പക്ഷേ ഒന്നും ആയിട്ടില്ല. ഓക്കെ, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.